പുതുവർഷത്തിൽ ജപ്പാനിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രതയുള്ള ചലനമാണ് അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് 37,000-ഓളം പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു. ജപ്പാന് പുറമെ റഷ്യയിലും സുനാമി മുന്നറിയിപ്പ് നൽകി. ഭൂചലനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. റോഡുകൾ വിണ്ടുമാറി. 落ち着いて行動してください。放送に വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വിനി എസ് ചേരുന്നു. അശ്വിനി, എത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ജപ്പാനിലുള്ളത്? സുനാമി മുന്നറിയിപ്പുമുണ്ടല്ലോ. അശ്വതി, വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ജപ്പാനിലുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം വലിയ ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. 7.6 തീവ്രത ഉള്ള ഒരു ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ജപ്പാന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഭൂചലനം അവർക്കൊരു പുതിയ കഥയല്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ പലപ്പോഴും സുനാമി അടക്കമുള്ള വൻ ആഘാതങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് 2011 ഒരു അനുഭവം നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇത്രയും തീവ്രതയുള്ള ഒരു ഭൂചലനത്തെ കാണുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി, പ്രാദേശിക സമയം ഉച്ചയോടുകൂടിയാണ് അവിടെ ഇഷിക്കാവയുടെ സമീപമുള്ള നോട്ടോയിൽ ഇത്തരത്തിലൊരു ഭൂചലനം അനുഭവപ്പെടുന്നത്. 7.6 തീവ്രതയായിരുന്നു അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് ഏകദേശം 4 റിക്ടർ സ്കെയിലിന് 4-ന് മുകളിൽ തീവ്രതയുള്ള 20ഓളം ചലനങ്ങൾ, തുടർ ചലനങ്ങളാണ് പ്രദേശത്ത്, അതായത് ഇഷിക്കാവ, നിഗാത്ത, ടൊയാമ, യമാഗത്ത, ഫുക്കുയി, ഹ്യോഗോ അടക്കമുള്ള പ്രവിശ്യകളിൽ അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് ഇഷിക്കാവ, നിഗാത്ത അടക്കമുള്ള തീരപ്രദേശങ്ങളിലെല്ലാം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളിലെല്ലാം പരിശോധന നടത്തി. ന്യൂക്ലിയർ റിയാക്ടറുകൾ മിക്കവയെല്ലാം സുരക്ഷിതമാണെങ്കിൽ പോലും ചിലതിൽ ഏകദേശം ചില റിയാക്ടറുകളിൽ എണ്ണച്ചോർച്ച അടക്കം അനുഭവപ്പെട്ടതായി, അല്ലെങ്കിൽ എണ്ണച്ചോർച്ച അടക്കം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാന്റെ ഒരു പ്രാദേശിക ചാനലിന്റെ ദൃശ്യം ഇപ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ട്, ഓണറിൽ കാണിക്കുന്നുണ്ട്. ആ ദൃശ്യം ഭൂചലനത്തെ തുടർന്നുണ്ടായ തീപിടുത്തമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളല്ലേ, വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. റോഡുകളൊക്കെ വിണ്ടുകീറിയ ഒരു അവസ്ഥയിലാണ്. ഏകദേശം 35,000-ഓളം വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജപ്പാന് പുറമെ റഷ്യയിലും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയിലും എല്ലാം സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്ളാഡിവോസ്റ്റോക്ക് അടക്കമുള്ള മേഖലകളിലാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അശ്വതി, ഇതിന് പിന്നാലെ നിരവധി തുടർ പ്രകമ്പനങ്ങളും അനുഭവപ്പെട്ടു എന്നറിയുന്നു. ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണവ നിലയങ്ങളിൽ പരിശോധനയും നടത്തി. ഇതുവരെ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അശ്വിനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ആദ്യമായല്ല ജപ്പാനിൽ ഭൂചലനം ഉണ്ടാകുന്നത്. പലപ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ജപ്പാനിലുണ്ടോ? അശ്വതി, മുന്നറിയിപ്പ് ഭൂചലനത്തെ തുടർന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോക്കിയോ, ഒക്കാവ അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദേശീയപാതകളടക്കം, അത് ഫ്ലൈ ഓവറുകളടക്കമുള്ളതിൽ കൂടുതലുള്ള യാത്രകൾ നിരോധിച്ചതായിട്ടുള്ള രീതിയിൽ മുന്നറിയിപ്പുകളുമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ സമയത്ത് തന്നെ അവർക്ക് അവിടെ അതിന്റെ ട്രാഫിക് സിഗ്നലുകൾക്ക് മുകളിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം വരുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് ആളുകളോട് ഓഫീസിന് പുറത്തേക്ക് ഓഫീസുകളും അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നൽകുന്ന സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഭൂചലനം ഉണ്ടായാൽ തന്നെ അതിനെ നേരിടുന്ന തരത്തിലുള്ള വേണ്ട മുൻകരുതലുകൾ, അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിന്റെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ വളരെ അധികം അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മിക്ക കെട്ടിടങ്ങളിലും ഇതിന് നേരിടാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ സുരക്ഷാ കേന്ദ്രം അല്ലെങ്കിൽ അധികൃതരിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ച് ആൾക്കാർക്ക് അതിന്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകാൻ അധികാരികൾ പ്രത്യേക കേന്ദ്രങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ആൾക്കാരെയൊക്കെ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നുണ്ട്. നിരവധി പേർക്ക് ഇതിനോടകം കെട്ടിടങ്ങൾ തകർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ള വിവരങ്ങളും നമുക്ക് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചൊരു കൃത്യമായ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അശ്വതി, ശരി. എന്തായാലും ജപ്പാനിൽ വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. റിക്ടർ സ്കെയിൽ 7.6 തീവ്രതയുള്ള ചലനമാണ് ജപ്പാനിലുണ്ടായത്. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ജീവഹാനിയോ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്.